പണ്ടൊരു കാലത്ത് കേരളത്തിലെ പ്രതിപക്ഷം വിളിച്ചിട്ട് മുദ്രാവാക്യം എന്തു വന്നാലും മുഖ്യമന്ത്രി രാജിവെക്കണം. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ വിളിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ത് വന്നാലും SFI ആണ് ഉത്തരവാദി. SFI പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. ഒരാൾ പറയുന്നത് SFI ആണ്. അജണ്ട ഞങ്ങൾ തുറന്നു കാണിച്ചപ്പോഴാണ് മാധ്യമങ്ങൾ ആ ചർച്ച അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം ചർച്ചയില്ല. ചർച്ചയ്ക്ക് ആദ്യം ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളോട് പങ്കെടുക്കാൻ പറഞ്ഞു, രാഷ്ട്രീയ വിഷയത്തിൽ തന്നെ ചർച്ച ചെയ്യാൻ. പിന്നീട് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് അത് സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പഠിക്കാൻ വേണ്ടി അത്തരത്തിലൊരു സമിതി വെച്ച് ഞങ്ങൾ ചർച്ച നടത്തുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ചർച്ച ഒഴിവാക്കി തൽക്കാലം രാഷ്ട്രീയം എഡിറ്റോറിയൽ പോളിസിൻ്റെ ഭാഗം. ഈ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വികൃതമായ മുഖത്തെ കുറച്ചുകൂടി തുറന്നു കാണിച്ചൊരു പുസ്തകമാണ് ടി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ടിക്കോന. അതിൽ അദ്ദേഹം സൂക്ഷ്മമായി വിവരിക്കുന്നൊരു ഭാഗമുണ്ട്. അമേരിക്ക ലോകത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് പറഞ്ഞേക്കുന്ന പട്ടാളക്കാർ എന്നുള്ളത് അവിടുത്തെ ജയിലുകളിൽ കഴിയുന്ന കൊടും കുറ്റവാളികളെയാണ് കയറ്റിവിടുന്നത്. കുട്ടികൾക്ക് മനസ്സിനകത്ത് കുട്ടികളുടെ ഒരു പൊതുബോധം ഉണ്ടാവണം. അവർ കാണുന്ന സമൂഹ മാധ്യമമല്ല പൊതുസമൂഹം, ഇത് രണ്ടും രണ്ടാണ്. കുറേ കൂടി ജൈവികമായതും മനുഷ്യനുമായി ബന്ധപ്പെടുന്നതും മനുഷ്യർ ജീവിക്കുന്നതും സമൂഹ മാധ്യമത്തിലല്ല പൊതുസമൂഹത്തിലാണ് എന്ന ബോധ്യമാണ്. അവിടെ അവർക്കത് തോന്നണമെങ്കിൽ അവരുടെ മുന്നിൽ രാഷ്ട്രീയമാണ്. അത് SFI രാഷ്ട്രീയം മാത്രമല്ല, ലോകത്തെ എല്ലാ മനുഷ്യരെ സംബന്ധിക്കുന്ന രാഷ്ട്രീയ ബോധം കുട്ടികൾക്കുണ്ടാവണം. ഇപ്പോൾ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ സ്ത്രീകളാണ്. ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ത്രീ പിന്നെ അവിടെ റിസർവേഷൻ ഉണ്ടാകുന്ന സീറ്റിൽ ഒരു സ്ത്രീ മത്സരിക്കുമ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ അതിൻ്റെ കൂടെ വെച്ച് ഫ്ലെക്സ് അടിക്കുന്ന ആളാണ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുൾപ്പെടെയുള്ള ആളുകളാണ് ഞങ്ങൾ ഈ പറഞ്ഞ കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത് നിന്ന് ഈ പറയുന്ന എല്ലാം വിളിച്ചു പറയുന്നത്.